ഇപ്പോൾ വാർത്തകളിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം കൂടുതലായി നമ്മൾ കേൾക്കുന്ന ഒന്നാണ് കുംഭമേള അല്ലേ? എന്താണ് കുംഭമേള, എന്തുകൊണ്ടാണ് കുംഭമേള നടത്തുന്നത് എന്നൊക്കെ നിങ്ങൾക്കറിയാമോ? നമുക്ക് നോക്കാം. രാജ്യത്ത് ഏറ്റവും വലിയ ഹൈന്ദവ തീർത്ഥാടന സംഗമമാണ് കുംഭമേള. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒത്തുചേരുന്ന മേള എന്ന ഖ്യാതിയും കുംഭമേളയ്ക്ക് തന്നെ. ഇത്തരത്തിൽ 12 വർഷത്തിലൊരിക്കൽ മാത്രം നടത്തുന്ന പൂർണ്ണ കുംഭമേള നടക്കുകയാണ് പ്രയാഗ്രാജിൽ. 2025 ജനുവരി 14 കുംഭമേളയ്ക്ക് തുടക്കമായത്. ഇക്കുറി മഹാകുംഭമേളയായി തന്നെയാണ് പൂർണ്ണ കുംഭമേള നടത്തപ്പെടുന്നത്. പ്രയാഗ്രാജ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക് എന്നിവിടങ്ങളെ ജനസാഗരമാക്കുന്ന പ്രതിഭാസമാണ് കുംഭമേള. ഭഗവത് പുരാണം, വിഷ്ണു പുരാണം തുടങ്ങിയ ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്ന ദൈവങ്ങൾ ശക്തി വീണ്ടെടുക്കുവാനായി നടത്തിയ പാലാഴി മഥനവുമായി ബന്ധപ്പെട്ടാണ് കുംഭമേളയുടെ വിശ്വാസം. ഗംഗാ നദി, യമുന, സരസ്വതി നദികളുടെ ത്രിവേണി സംഗമം, ക്ഷിപ്ര നദി, ഗോദാവരി നദി എന്നീ നദികളിലാണ് കുംഭമേള നടക്കുക. കുംഭമേള സമയത്ത് അതാത് നദികളിലെ വെള്ളം അമൃതാകുമെന്നാണ് വിശ്വാസം. കുംഭമേളയുടെ ഐതിഹ്യം എങ്ങനെയാണ് എന്ന് നോക്കാം. ബ്രഹ്മാവിന്റെ ഉപദേശപ്രകാരം ദേവന്മാർ അസുരന്മാരുമായി ചേർന്ന് അമൃത് കടഞ്ഞെടുത്തു. അമൃത് കടഞ്ഞെടുത്തു കഴിഞ്ഞാൽ അസുരന്മാരുമായി പങ്കുവയ്ക്കാതെ സ്വന്തമായി ഉപയോഗിക്കാനായിരുന്നു ദേവന്മാരുടെ തീരുമാനം. ഇതറിഞ്ഞ അസുരന്മാർ പ്രതികരിക്കുവാൻ തീരുമാനിച്ചു. 12 ദിവസങ്ങളായി നടന്ന ഓട്ടത്തിനിടയിൽ 4 നദികളിലായി അമൃത് വീണു എന്നാണ് ചരിത്രം. കുംഭമേള സമയത്ത് പുണ്യനദിയിൽ സ്നാനം ചെയ്യുന്നവർക്ക് അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം. പാപങ്ങളെല്ലാം നീങ്ങി മോക്ഷത്തിലേക്ക് അടുക്കുവാൻ ഇത് സഹായിക്കുമെന്നും വിശ്വസിച്ചു പോരുന്നു. കുംഭമേളയുടെ സമയത്ത് പുതുതായി സന്യാസം സ്വീകരിച്ച നാഗസന്യാസിമാർ ഗംഗാതീരത്ത് ദീക്ഷ അനുഷ്ഠിക്കും. എന്താണ് പൂർണ്ണ കുംഭമേള? 12 വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഇത് നടക്കുക. ഗുരു അഥവാ വ്യാഴം ഒരു വട്ടം സൂര്യനെ പ്രദക്ഷിണം ചെയ്യാനെടുക്കുന്ന സമയമാണ് 12 വർഷം. അതിനെയാണ് ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത്. ജനുവരി 14 മുതൽ ഫെബ്രുവരി 26 വരെയാണ് 2025 കുംഭമേള നടക്കുന്നത്. മകരസംക്രാന്തി മുതൽ ശിവരാത്രി വരെയാണിത്. 12 പൂർണ്ണ കുംഭമേളയ്ക്ക് ശേഷം 144 വർഷത്തിലൊരിക്കലാണ് ഒരു മഹാകുംഭമേള നടക്കുക. 1936 കഴിഞ്ഞ മഹാകുംഭമേള. അടുത്തത് 2080 6 വർഷത്തിലൊരിക്കൽ നടക്കുന്നതാണ് അർദ്ധകുംഭമേള. 2019 അവസാന അർദ്ധകുംഭമേള. ഒരു മനുഷ്യായുസിൽ ഒരു വട്ടമെങ്കിലും അനുഭവിക്കേണ്ട അനുഭൂതിയാണ് കുംഭമേള. ഇത്തവണ കുംഭമേള പാഴാക്കിയാൽ വീണ്ടും 12 വർഷം കാത്തിരിക്കേണ്ടി വരുമെന്ന് സാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.